രണ്ട് മണിക്കൂർ കുറേ ചിരിക്കാനുണ്ട്. നല്ലൊരു പടം. കോമഡിയാണ്. സാധാരണ പടം. പോലീസുകാരുടെ ഇമോഷൻസ്, അവരുടെ ഈഗോയെ, പിന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു സാധാരണ അടിപ്പടങ്ങൾ, പോലീസിൻ്റെ അടിപ്പട പോലെയല്ല. ഇപ്പോൾ നടക്കുന്ന പോലീസുകാരുടെ ക്യാമ്പിലും നടക്കുന്ന സാധാരണ ഫുൾ പോലീസുകാരായിരുന്നു. ഭയങ്കര കോമഡി. ബിജുമേനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നേരത്തെ ഷൈന ബിജുമേനെല്ലാം അടിപൊളിയാണ്. പടം കിട്ടാം. നല്ല പടമാണ്. പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്ന കുറേ രസകരമായ സംഭവങ്ങളൊക്കെ പറ്റിയ പടമാണ്. നല്ല നല്ല രസമുണ്ട്. ത്രൂ നമുക്ക് ചിരിക്കാനുണ്ട്. ബിജുവേനും ഷൈൻ ടോം എല്ലാവരും നല്ല രസമായിട്ട് പടം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഒരുപാട് ചിരിക്കാനുണ്ട്. ത്രൂ എൻഗേജിങ് ആണ്. ലാഗ് കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ടിരുന്ന് കാണാൻ പറ്റും. തിയേറ്ററിൽ തന്നെ കാണും. സൂപ്പർ പടം. ഒരു പുതിയ സൂപ്പർ ആയിട്ടുള്ളൊരു സംവിധാനത്തിൻ്റെ മികവ് ശരിക്കും പറയാം. നല്ലൊരു പടം. പുതുവും സംവിധാനവും പറയത്തില്ല. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അംഗീകരിക്കാൻ ഒരു പുതിയ സംവിധാനം എന്നാണ് പറയുന്നില്ല. അത്ര പെർഫെക്റ്റായിട്ട് ഈ പടം ചെയ്തിട്ടുണ്ട്. അതിനൊരു കൺഗ്രാസ് കൊടുക്കാൻ നിൽക്കുക. നമ്മൾ ആരും പറയാം. ഈ പ്രാകുന്ന സീനൊക്കെ കഴിഞ്ഞിട്ടാണോ? അതെ, ഡയലോഗുകൾ അത്ര ഉണ്ടായിരുന്നില്ല. അതെ അതെ, കുറച്ചായല്ലോ സിനിമകൾ വന്നിട്ട്. എപ്പോഴായി വിളി വന്ന? എത്ര ദിവസം ഷൂട്ടുണ്ടായിരുന്നു? 3 ദിവസം ഉണ്ടായിരുന്നു. മറ്റു പടങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോൾ? ആക്ഷൻ ഹീറോ ബിജു 2 അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിലുണ്ടോ? ആണോ? ശരി ശരി, താങ്ക് യു. ബിജു മേനോന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മൂവി അടിപൊളിയാണ്. സീരീസ് ഓഫ് ഹാപ്പനിങ്സ് ആൻഡ് ഒരുപാട് തമാശകളും സസ്പെൻസും ലൈക്ക് ഒരുപാട് ഓരോ സീരീസും അതെന്തെങ്കിലും ഇനി ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സസ്പെൻസും തമാശകളും ഒക്കെ സമ്മാനിക്കുന്ന ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. സോ ലൈക്ക് തമാശയ്ക്ക് വേണ്ടി തമാശ എന്ന രീതിയിലല്ല, അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുറേ നിമിഷങ്ങളാണ്. ബട്ട് നമുക്കത് സമ്മാനിക്കുന്ന തമാശയാണ്. കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. ആൻഡ് ഡിറക്ഷൻ ബ്രില്യൻസ് അത് പറയാതിരിക്കാൻ വയ്യ. ടുവേഴ്സ് ദി ബിഗിനിങ്ങൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് കാണും. സിനിമയുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേത്രി എന്ന നിലയിൽ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. അത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല പടം. എങ്ങനെയുണ്ട്? നല്ലൊരു എൻ്റർടൈനറാണ്. നമ്മുടെ ഫാമിലി ഒരു ഫാമിലി പോലെ നേരത്തെ റിയലിസ്റ്റിക് കോമഡിയാണ്. പിന്നെ കാണിക്കുന്നുണ്ട്. വേറെ 4 ദിവസം കോമഡി കൂടെ കാണാൻ ഒരു 3 ദിവസത്തിൽ കാണുകൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് പിന്നെ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈനറാണ്. നമുക്ക് പടം കണ്ട് ചിരിച്ച് ഹാപ്പി ആയിട്ട് ഫീൽ ഗുഡ് മൂവിയാണ്. അയാൾ ബിസിനസ് ആറാടി മാറും. ജീവിതത്തിൽ എന്തെങ്കിലും കോപ്പി അടിച്ചിട്ടുണ്ടോ? ഞാൻ പിന്നെ ഇതിൻ്റെ വേറെ കാര്യം പറയാനെന്ന് അറിയില്ല. പറഞ്ഞോ? ഈ ആക്ടേഴ്സാണ്. എങ്ങനെയുണ്ടായിരുന്നു? പടം ഒരു ഫുള്ളി കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ബിജുമേനോൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ ഇതിനു മുമ്പ് ഇറങ്ങിയ വെള്ളിമുങ്ങ ആ ഒരു കോമഡി ലെവലിൽ വന്നിട്ടുണ്ട്. വെള്ളിമുങ്ങയുടെ അത്രയും വന്നതെന്ന് കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാം. എന്തായാലും ധൈര്യമായിട്ട് നമുക്ക് തിയേറ്ററിലിരുന്ന് കാണാവുന്ന ഒരു ചിത്രമാണ് ഇതുകൊണ്ട്.
ചെയ്തിട്ടുണ്ട്.